അരാവലിയിൽ സുപ്രീം കോടതി ഇടപെടൽ. വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കും. അതുവരെ ഖനനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് നടപ്പിലാക്കരുതെന്നും സുപ്രീം കോടതി. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായ ഇടപെടലാണ് അരാവലിയിൽ ഉണ്ടായത്. എന്താണെന്ന് സുപ്രീം കോടതി പറഞ്ഞത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ഒരു അതിനിർണായകമായ ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുൻ ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായിരുന്ന സമയത്ത് നടത്തിയ ഇടക്കാല ഉത്തരവുകളും അതിന് ആധാരമായിട്ടുള്ള പഴയ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും സുപ്രീം കോടതി ഇപ്പോൾ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, മുൻകാല റിപ്പോർട്ടുകൾ കൃത്യമായി പഠിച്ച് അതിലൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഒരു പുതിയ ഉന്നതാധികാര സമിതിയെ സുപ്രീം കോടതി നിയോഗിച്ചിരിക്കുകയാണ്. ഈ ഉന്നതാധികാര സമിതി അംഗങ്ങൾ കണ്ടെത്തി അവർ ചുമതലയേറ്റ് അവർ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ തൽസ്ഥിതി തുടരാനാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് ഈ പർവ്വതത്തിന്റെ ഉയരം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവാദമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. സാധാരണ പർവ്വതത്തിന്റെ ഉയരം കണക്കാക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും എത്ര ഉയരമുണ്ട് എന്നുള്ളത് നോക്കിയാണ്. പക്ഷേ ഇവിടെ കണക്കാക്കുന്നത് ആ പ്രദേശത്ത് നിന്നും 100 മീറ്റർ താഴെയാണെങ്കിൽ അത് കുന്നായി പരിഗണിക്കാനാവില്ല എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഈ മുൻവിധി പ്രയോജനപ്പെടുന്നത് ക്വാറി മാഫിയയ്ക്ക്, ഖനന മാഫിയയ്ക്കാണ് എന്നുള്ള വാദമുയർത്തിക്കൊണ്ട് ആരവല്ലി പർവ്വത നിരകൾ മൊത്തം തകർക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ ആരവല്ലി പർവ്വതങ്ങൾ തടയാമെങ്കിൽ മലിനീകരണം രൂക്ഷമായ ഡൽഹിയിൽ കൂടുതൽ മലിനീകരണം ഉണ്ടാകും. മാത്രമല്ല, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള കാലാവസ്ഥ മൊത്തം തകിടം മറിയും എന്നുള്ള ചൂണ്ടിക്കാട്ടി വലിയ സമരങ്ങളാണ് ഡൽഹിയിലും രാജസ്ഥാനിലും നടത്തിക്കൊണ്ടിരുന്നത്. ആ സമരം നടത്തിയവർക്ക് ഒരു ആശ്വാസമായിരിക്കുന്ന ഒരു ഇടപെടലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്.